ചങ്ക് പൊട്ടി വിളിക്കാൻ പഠിപ്പിക്കണം. അങ്ങനെ വിളിച്ചാലുണ്ടല്ലോ കർത്താവ് ഇറങ്ങി വരും. ഈശോയ്ക്ക് അങ്ങനെ ഒരു പ്രശ്നമുണ്ട്. ആരെങ്കിലും കരഞ്ഞാൽ ആ കണ്ണുനീരിന്, ദൈവത്തിന് ബലഹീനതയുണ്ട്. ബലഹീനത എന്നറിയാമോ? ദൈവത്തിന് ഒറ്റ ബലഹീനതയേ ഉള്ളൂ, കർത്താവിന്. ആ ബലഹീനത കരയുന്നവനെ മറികടന്ന് പോകാൻ പറ്റില്ല. ആരെങ്കിലും കരഞ്ഞാൽ അവിടെ നിൽക്കും, ആരും നിലവിളിച്ചാൽ അവിടെ നിൽക്കും. കൊലപാതകയായിരുന്നു കായേൻ. സ്വന്തം സഹോദരൻ ആബേലിനെ കൊന്നു. 10-15 മിനിറ്റേ ആയിട്ടുള്ളൂ കൊന്നിട്ട്. ചോര വീണ ഈ മണ്ണിൽ നിന്ന് സഹോദരന്റെ രക്തം, നിരപരാധിയായവന്റെ രക്തം നിലവിളിച്ചു. സ്വർഗത്തെ നോക്കി നിലവിളിച്ച് കരഞ്ഞു. നിരപരാധിയായ ആബേലിന്റെ രക്തം കിടന്ന് നിലവിളിക്കുമ്പോൾ ദൈവം ചോദിച്ചു, കായേൻ എന്താ നീ ചെയ്തേ? നിന്റെ സഹോദരൻ എവിടെടാ? ഞാനാണ് എൻ്റെ സഹോദരന്റെ കാവൽക്കാരൻ. അപ്പൊ ദൈവം പറഞ്ഞു, നിന്റെ സഹോദരന്റെ ചോര കുടിക്കാൻ വാ പിളർന്ന മണ്ണിൽ നീ ശപിക്കപ്പെട്ടവനായിരിക്കും എന്നും പറഞ്ഞിട്ട് അവനെ നോദ് എന്ന് പറയുന്ന ഒരു ദേശത്തേക്ക് ദൈവം ഓടിച്ചു വിടുമ്പോൾ